നമ്മളെ അങ്ങ് അസ്വസ്ഥമാക്കി. നമുക്ക് തിരിച്ചു പറയാം, നമുക്ക് വാച്ചാതിരി അത്രയില്ലായിരുന്നു. നമ്മളെ അങ്ങ് ഒതുക്കുക. താനാണോടോ പ്രസംഗിക്കുന്നവൻ, സ്തോത്രം, താനാണോ വെള്ളക്കുപ്പായിട്ട് നടക്കുന്നതൊക്കെ ചോദിച്ചു. നമുക്ക് തിരിച്ചൊന്നും പറയാനില്ല. നമുക്കങ്ങ് സങ്കടം വന്നു. നമ്മുടെ ഭാഗത്ത് പരമാ, പക്ഷെ നമുക്ക് പറയും തൊണ്ണയിൽ ശബ്ദം പോലും വരില്ല. അങ്ങനെ വരുമ്പോൾ അവസാനം നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ? നിന്നോടൊക്കെ ദൈവം ചോദിച്ചോടൂടാ. ഉത്തരം മുട്ടുമ്പോ അവസാനം വെച്ച് കാച്ചുന്നാൽ. അപ്പൊ ഈ വാക്കുകളിൽ നിന്നെല്ലാം നമ്മൾ എന്താ അവതരിപ്പിക്കുന്നേ? ദൈവത്തിന്റെ പ്രധാന പരിപാടി. ദൈവം അങ്ങനെ കത്തിയും തേച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഈ പറഞ്ഞ പോലെ ചോദിക്കാൻ, ഉറക്ക ചിരിച്ചാൽ കുത്താൻ. വാസ്തവത്തിൽ ഞാൻ ഈ കുമ്പനാട്ട് പഠിക്കാൻ വന്നതിന് ശേഷമൊക്കെയാണ് ഈ ദൈവം അനുഗ്രഹിക്കൂന്ന് പോലും ശരിക്കും കാത് തുറന്ന് കേട്ടതാണ്. ഞങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ അനുഗ്രഹിക്കൂ എന്ന് പറയുന്ന ഒരു ചുരുക്കമായിരുന്നു. മിക്കവാറും പേരെല്ലാം സ്വത്രം ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം മറ്റു പല രീതിയിലായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, പത്രോസ് പറയുന്നു കാര്യം ശരിയാണ്. സ്വത്രം ഇതിനകത്ത് കയറിയിട്ട് വേണ്ടാധീനം കാണിച്ചാൽ ദൈവം തമ്പുരാൻ അതിൻ്റെതായ നടപടിയെടുക്കും. പക്ഷെ ദൈവത്തിന്റെ പ്രധാന പരിപാടി ഇങ്ങനെ ബൈനോക്കുലറും വെച്ച് ക്യാമറയും വെച്ചോണ്ട് ആരെങ്കിലും സ്തോത്രം ഈ വക കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നവനല്ല. പിന്നെ ദൈവത്തിന്റെ പ്രധാന പരിപാടി ആരെങ്കിലും ഒരുത്തരെ ഇണങ്ങിക്കിട്ടിയാൽ അവനെ ഉയർത്തിയിട്ട് ഞാൻ ദൈവമാണെന്ന് അവനിലൂടെ വെളിപ്പെടുത്താൻ കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം, ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം. സുവിശേഷത്തിന്റെ കാതലായ സർവശക്തനായ ദൈവം. അവൻ മുടക്കിയതല്ല മനുഷ്യനെ തകർക്കാനല്ല, ഉയർത്താനാണ്. ദൈവം മനുഷ്യരാശിക്ക് വേണ്ടി മുടക്കിയ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കില്ല. അത് മറ്റൊന്നുമല്ല, തന്റെ ഏകജാതനായ പുത്രനെയും അവന്റെ ചങ്കിലെ ചോരയെയും അവന്റെ ജീവനെയുമാണ് മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം മുടക്കിയ ഏറ്റവും വലിയ മുതൽ മുടക്ക്.